നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്റ്റോറന്റ് കഫേ ബിസിനസ്സുകളിൽ നമ്മുടെ ജീവനക്കാരെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്തിരിക്കണം എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്ത മാറ്ററാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ മാറ്റർ എങ്ങനെയായിരിക്കണം നമ്മുടെ ടീമിനെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. കാരണം ട്രെയിനിങ് എന്ന് പറയുന്നത് പല രൂപത്തിലുണ്ട്. നമ്മളൊരു റെസ്റ്റോറന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ടീം ലീഡർ ഉണ്ടാവും. ടീം ലീഡർ എല്ലാ ദിവസവും രാവിലെ അവരുടെ ടീം മെമ്പേഴ്സിന് എന്ത് ചെയ്യും? ട്രെയിനിങ് കൊടുക്കും, അല്ലെ? ഫീഡ്ബാക്സ് എടുക്കും, ട്രെയിനിങ് കൊടുക്കും. ഈ ട്രെയിനിങ് പ്രോഗ്രാം മാത്രം മതിയോ നമ്മുടെ ടീമിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട്? അത് മാത്രം മതിയാവില്ല. കാരണം നമ്മളുടെ ടീം മെമ്പേഴ്സിലെ അല്ലെങ്കിൽ ടീം ലീഡേഴ്സ് പ്രത്യേകിച്ച് ടീം മെമ്പേഴ്സിന് കൊടുക്കുന്ന കാര്യങ്ങൾ, അവര് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവർ പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല എങ്കിൽ അവർക്ക് അതിനുള്ള പണിഷ്മെന്റ് കൊടുക്കുന്ന ആളുകളാണ് ടീം ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ പരിശീലിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡ് സെറ്റിലേക്ക് അവരോടുള്ള വിദ്വേഷവും ദേഷ്യവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് അവരത് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ ടീമിന് പരിശീലനം കൊടുക്കേണ്ടത് എപ്പോഴും ഒരു എക്സ്റ്റേണൽ ട്രെയിനറുടെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ടീമിന് പരിശീലനം കൊടുക്കേണ്ടത്. ഇങ്ങനെ പരിശീലനം കൊടുക്കുമ്പോൾ ഈ ട്രെയിനറിൽ നിന്നുള്ള അറിവുകൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവർക്ക് കഴിയും. ഇത് അല്ലാതെ നമ്മളുടെ ടീം ലീഡറെ കൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് അവരെ കൊണ്ട് ട്രെയിനിങ് കൊടുപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ നിന്ന സ്ഥിതിയിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് കഴിയാതെ പോകും. കാരണം ടീം ലീഡേഴ്സ് പലപ്പോഴും ഇവരെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ദേഷ്യപ്പെട്ടും ഒക്കെ ആയിരിക്കും ഓരോ ജോലികളും ചെയ്യിക്കുന്നുണ്ടാവുക. ഇവരുടെ ട്രെയിനിങ് പ്രോഗ്രാമിലാണെങ്കിൽ പോലും അങ്ങനെയാണ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഒരു എക്സ്റ്റേണൽ ട്രെയിനറെ നമ്മൾ അവിടെ കൊണ്ടുവരികയാണ്. പുറത്തുനിന്ന് ഒരു ട്രെയിനറെ കൊണ്ടുവന്ന് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ട് നമ്മൾ അത് സംഘടിപ്പിച്ചു. അവിടെ അത് ചെയ്യുന്ന സമയത്ത് ആ ട്രെയിനർ ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ട്രെയിനർ ആണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ ആ ട്രെയിനിങ് ഒരു അലോസരമായിട്ട് അവർക്ക് ഫീൽ ചെയ്യില്ല. അത് തികച്ചും തമാശയിലൂടെയും ഗെയിമുകളിലൂടെയും അവരുടെ ഉള്ളിലേക്ക് പുഷ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും ആ കാര്യങ്ങൾ അദ്ദേഹം ഫോർമാറ്റ് ചെയ്യപ്പെടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ടീമിന്റെ ഇൻവോൾവ്മെന്റ് ഇതിലേക്ക് പൂർണ്ണമായിട്ടും കൊണ്ടുവന്നുകൊണ്ടാണ് അദ്ദേഹം ആ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ടീമായിരിക്കും അതിലെ പ്രധാന ഘടകങ്ങൾ. ഇദ്ദേഹം വെറുതെ അവിടെ ഒരു ഡെസ്കിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം മൈക്കിൽ പ്രസംഗിക്കുക മാത്രമല്ല ചെയ്യുക. ടീമിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ആയിക്കൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ മുമ്പോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള പാർട്ടിസിപ്പന്റ് ആയിട്ട് വരുന്ന ഈ എംപ്ലോയീസിന് അവരുടെ നിലവിലുള്ള അവസ്ഥകളെ മറക്കാനും പുതിയത് അവരുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യാനും അവർക്ക് സാഹചര്യം കിട്ടും. അപ്പം പഴയതൊക്കെ എന്ത് ചെയ്യും? മറന്നുപോകും. പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് ലഭിച്ചത് അവരെന്ത് ചെയ്യും? കൂടുതലായിട്ട് അവരുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യപ്പെടും. അത് അവർ പ്രാക്ടിക്കലി നമ്മളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നത് നമ്മുടെ ബിസിനസ്സിന് വലിയ ഗ്രോത്തിലേക്ക് പോകും. ഇതാണ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മുടെ ബിസിനസ്സിൽ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പല റെസ്റ്റോറന്റ് കഫേ ബിസിനസ് ഉടമകളും പറയാറുള്ളത് ഞങ്ങളുടെ ടീം ലീഡേഴ്സിന് തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. യെസ്, അത് കൊടുക്കേണ്ട ട്രെയിനിങ് തന്നെയാണ്. പക്ഷെ ആ ട്രെയിനിങ്ങിന് അപ്പുറത്തേക്ക് ഇവരുടെ രീതികളെ മാറ്റിക്കൊണ്ടുവരുവാനുള്ള സാധ്യത നമ്മൾ വർദ്ധിപ്പിക്കണം. ഇവരുടെ ഉള്ളിൽ ഫീഡ് ചെയ്യപ്പെട്ട പല നെഗറ്റീവ് കാര്യങ്ങളും നമ്മൾ എടുത്തു മാറ്റപ്പെടേണ്ടതുണ്ട്. പകരം അവിടെ പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ട്രെയിനറുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ടീം ലീഡേഴ്സ് അവരുടെ മെമ്പേഴ്സിന് കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് അവിടെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ മാത്രമാണ് അവർ ഷെയർ ചെയ്യുന്നത്. എന്നാൽ ഒരു ടീമിനെ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നതിന്, ഒരു ടീമിനെ മൊത്തത്തിൽ ബിൽഡ് ചെയ്യപ്പെടുന്നതിന്
ഈ ലീഡർഷിപ്പിലുള്ള ആളുകൾ കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം മതിയാവില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിന് നല്ല ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ട്രെയിനറെ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള എന്റർടൈൻ ചെയ്യുന്ന രൂപത്തിൽ, അവരുടെ ഒരു മേക്ക് ഇറ്റ് ഫൺ എന്നുള്ള രൂപത്തിൽ, കാരണം അവരെ ഒരു സന്തോഷത്തോടു കൂടി അവരുടെ ഉള്ളിലുള്ള ബ്രെയിനിലുള്ള പഴയ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അത്തരത്തിലുള്ള തോട്ട് പ്രോസസ്സുകളും ഒക്കെ ഒന്ന് റീവർ ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ടീമിനെ മോൾഡ് ചെയ്തെടുക്കുമ്പോഴാണ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ സക്സസ് ആവുന്നത്.